നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഔദ്യോഗികമായിട്ട് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ അടുത്ത സർക്കാരിന്റെ, അതായത് മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനായിട്ടുള്ള ഒരുക്കങ്ങൾ രാഷ്ട്രപതി ഭവനിൽ ആരംഭിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ ഒരു വിവരം. രാഷ്ട്രപതി ഭവന് പുറത്ത് നടത്താനായിരുന്നു നേരത്തെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് രാഷ്ട്രപതി ഭവന് പുറത്ത് നടത്താനായിരുന്നു നേരത്തെ ആലോചിച്ചിരുന്നെങ്കിലും കാലാവസ്ഥ ഉൾപ്പെടെ കണക്കിലെടുത്താണ് ചടങ്ങ് രാഷ്ട്രപതി ഭവനിൽ വെച്ച് തന്നെ നടത്തിയാൽ മതി എന്നുള്ള ഒരു ധാരണയുണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രധാനമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഒക്കെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന വേദി അത് അലങ്കരിക്കാനുള്ള കരാറുകളൊക്കെ കൊടുത്തു കഴിഞ്ഞു. പൊതുമരാമത്ത് വകുപ്പിനാണ് ഇതിൻ്റെയൊക്കെ ഒരു ചുമതല നൽകിയിരിക്കുന്നത്. പിന്നെ എന്താ പറയാ, ഈ തെരഞ്ഞെടുക്കപ്പെട്ട എം പിമാരെയൊക്കെ അവരുടെ യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വിമാനത്താവളത്തു നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ അവരെ കൊണ്ടുവരുന്നതിനും അവരെ സ്വീകരിച്ചു കൊണ്ടുവരുന്നതിനും അവർക്ക് താമസ സൗകര്യം ഏർപ്പെടുത്തുന്നതിനൊക്കെ ഉള്ള സംവിധാനങ്ങളൊക്കെ, അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നേരത്തെ തീരുമാനിച്ചിരുന്നത് കർത്തവ്യപഥിൽ നടത്താനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഈ പ്രത്യേക കാലാവസ്ഥ അറിയാലോ, ഡൽഹിയിലുണ്ടായിരിക്കുന്ന ഈ അത്യുഷ്ണം ഒക്കെ കണക്കിലെടുത്തിട്ട് അത് രാഷ്ട്രപതി ഭവനിൽ തന്നെ മതി എന്നാണ് ഒടുവിൽ തീരുമാനിച്ചത്. ഏതാണ്ട് ഒരു 10,000-ഓളം അതിഥികളെയാണ് ഇതിനു വേണ്ടി ക്ഷണിച്ചത്. വിദേശത്ത് നിന്നൊക്കെയുള്ള സെലിബ്രിറ്റികളൊക്കെ ഉൾപ്പെടെയുള്ള ഒരു വിപുലമായ, ചുരുക്കി പറഞ്ഞാൽ ഈ മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് സമാനതകളില്ലാത്ത ഒരു ആഘോഷമാക്കുന്നതിനുള്ള തയ്യാറെടുപ്പാണ് BJP കേന്ദ്രങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, ഈ ഔദ്യോഗിക സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം ഒരു രാഷ്ട്രീയ പരിപാടിയും അതിനുശേഷം നടക്കുന്നുണ്ട്. അത് നേരത്തെ രാംലീല മൈതാനിയിൽ അല്ലെങ്കിൽ ചെങ്കോട്ടയിലൊക്കെ വെച്ച് നടത്താനായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഒരു ആലോചനയെങ്കിലും അതല്ല, അത് ഏതെങ്കിലും ഒരു കൺവെൻഷൻ സെന്ററിൽ, യശോഭൂമി കൺവെൻഷൻ സെന്ററിലോ ഒക്കെ നടത്താനാണ് ഇപ്പോഴത്തെ ഒരു ആലോചന എന്ന് പറയുന്നത്. അതും ഭാരതത്തിന്റെ ഒരു സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന തരത്തിലുള്ള ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഒക്കെ ഉൾപ്പെടെ വിപുലമായ പരിപാടികളോടെയാണ് ഈ രാഷ്ട്രീയ പരിപാടിയും നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ ഇത്തരത്തിലുള്ള ഒരു ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണ അങ്ങനെ നടക്കാറില്ല. പക്ഷേ ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകും മുമ്പ് തന്നെ മോദി തന്നെയായിരിക്കും വീണ്ടും മൂന്നാമതും അധികാരത്തിൽ വരിക എന്ന തരത്തിലുള്ള മാധ്യമങ്ങൾ മാത്രമല്ല, അങ്ങനെ ഒരു പൊതുവായ ഒരു അവസ്ഥ ഇവിടെ നിലനിന്നിരുന്നു. പിന്നീട് നമ്മുടെ പ്രീപോൾ സർവേകളിലും അത് കഴിഞ്ഞിട്ട് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലായി വന്ന എക്സിറ്റ് പോൾ സർവേകളിലൊക്കെ നേരെ BJP പറയുന്ന പോലെ ഒരു 400 സീറ്റ് എന്നൊന്നും കിട്ടിയില്ലെങ്കിൽ തന്നെയും ചില സർവേകളൊക്കെ പറയുന്നുണ്ട് 400 സീറ്റിലും അപ്പുറത്തേക്ക് BJP ഇത്തവണ നേടിയെടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും BJPക്ക് തന്നെയാണ് സാധ്യത എന്ന തരത്തിലാണ് മിക്കവാറും അല്ല, ഭൂരിഭാഗം ഈ പറയുന്ന എക്സിറ്റ് പോൾ സർവേകളൊക്കെ പറയുന്നത്. പക്ഷേ ഇന്ത്യ മുന്നണി ശുഭാപ്തി വിശ്വാസത്തിലാണ്. അവർ 295 സീറ്റ് എന്തായാലും കിട്ടുമെന്നുള്ള കണക്കുകൾ സഹിതം, ഓരോ സംസ്ഥാനത്തും കിട്ടാൻ പോകുന്ന കണക്കുകൾ സഹിതമാണ് അവർ പറയുന്നത്. എന്താണെന്ന് അറിയില്ല, നമുക്ക് കാത്തിരുന്നാലേ പറ്റുള്ളൂ. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, ഓഹരി വിപണി വൻ കുതിച്ചു ചാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ. കാരണം മൂന്നാം തവണയും മോദി തന്നെയാണ് അധികാരത്തിൽ വരാൻ പോകുന്നത്. സുശക്തമായ ഒരു ഭരണം, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി വന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാലോ. കാരണം അതിന്റെ ഒരു കെട്ടുറപ്പ്, ആരാണ് പ്രധാനമന്ത്രിയാകാൻ പോകുന്നതെന്ന് ഇപ്പോഴും അറിയില്ല. അതിനു വേണ്ടിയിട്ടുള്ള അടി ഉണ്ടായേക്കാം. അങ്ങനെ ഒരുപാട് അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുന്ന ഒരു അവസ്ഥ ഏതായാലും ഉണ്ടാവില്ല എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓഹരി വിപണി വളരെ ശുഭാപ്തി വിശ്വാസത്തിലാണ്. ആ രീതിയിലുള്ള ഒരു റിപ്പോർട്ടുകളാണ് അവിടെ നിന്ന് വരുന്നത്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നാളെ വോട്ടെണ്ണി കഴിയുമ്പോൾ മാത്രമേ കാര്യങ്ങളൊക്കെ ഒരു അവസാന തീരുമാനത്തിൽ എത്തുകയുള്ളൂ എന്നുള്ള കാര്യം ഉറപ്പാണ്. എങ്കിലും BJPയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ലല്ലോ. നേരത്തെ തന്നെ അവർ ഈ കാര്യങ്ങളൊക്കെ തയ്യാറെടുപ്പ് അതിൻ്റെയൊക്കെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ജൂൺ 9-നായിരിക്കും സത്യപ്രതിജ്ഞ എന്നാണ് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ. ഏതായാലും നാളെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നാളത്തെ ഒരു കൗണ്ടിങ്ങിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാമെന്ന് കരുതുന്നു. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് വോട്ടെണ്ണലിന് മുമ്പ് തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിക്കുക എന്ന് പറയുന്ന ഒരു അമിതമായ ആത്മവിശ്വാസമുണ്ടല്ലോ, അതാണ് ഇതിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ അതേ അവസരത്തിൽ തന്നെ ഇന്ത്യ മുന്നണി തോറ്റ് പിന്മാറി ഇരിക്കുകയല്ല ചെയ്യുന്നത്. അവരും ഇതേപോലെ തന്നെ ഞങ്ങളാണ് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്ന് ഈ അവസാന നിമിഷത്തിലും അവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർ മാത്രമല്ല പറയുന്നത്, അതിനനുസരിച്ച് കുറെ മാധ്യമങ്ങൾ അതിനനുസരിച്ചുള്ള ചർച്ചകളൊക്കെ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും നമുക്ക് കാത്തിരിക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.